സ്കിൻ കെയറിൻ്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയം മുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഫെയർ ആവുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ ട്രിപ്പൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിച്ചും, നീ കുറച്ചുകൂടെ ഡാർക്കായല്ലോ, നീ കറുത്തു പോയല്ലോ, സ്കിൻ കെയർ ചെയ്തിട്ട് എങ്ങനെയാണ് നീ കറുത്തു പോകുന്നതെന്ന്. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ, പക്ഷേ നമ്മൾ അതിന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കുള്ള എക്സ്ഫോളിയേഷൻ ചെയ്യണം. 2 സൺ പ്രൊട്ടക്ഷൻ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. 3 നമ്മൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കുറേ മിനറൽസ് ആൻഡ് വാട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ എടുക്കണം. പിന്നെ പ്രോപ്പർ സ്ലീപ്പ് ആവശ്യമാണ്. പിന്നെ നമ്മൾ അധികം സ്ട്രെസ്ഡ് ആവാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ സ്കിൻ ടേൺ ഓവറിനെ ബാധിക്കും. അപ്പോൾ പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, സയൻറ്റിഫിക്കലി കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ കുറേ സമയത്ത് വെയിലത്ത് പോകാതിരുന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിന്നിൻ്റെ റാഡിക്കൽ ചേഞ്ച് ആവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സപ്ലിമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഒരെണ്ണമാണ് വൈറ്റമിൻ സി, പിന്നുള്ളതാണ് ഗ്ലൂട്ടത്തയോൺ, പിന്നെ ആ, നമുക്ക് കൊളാജിനുണ്ട്. ബ്രൈറ്റണിന് പകരം സ്കിന്നിനെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കൊളാജിൻ ബൂസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പ്ലാന്റിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഗ്ലൂട്ടത്തയോൺ ഭയങ്കര ഫേമസ് ആണ്. എല്ലാവരും ചോദിക്കുന്നതാണ് ഗ്ലൂട്ടത്തയോൺ എക്സ്പെൻസീവ് ആണ്, അപ്പോൾ അതിന് ബദൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ ഗ്ലൂട്ടത്തയോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ഗ്ലൂട്ടത്തയോൺ ടാബ്ലറ്റ്സ് കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള ഒരെണ്ണമാണ് ഈ HK വൈറ്റൽസിൻ്റെ ഈ ഒരു ഗ്ലൂട്ടത്തയോൺ. ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ ചേഞ്ച് കിട്ടുന്ന ഒരു ടൈപ്പ് ഒരു സാധനമാണ് HK വൈറ്റൽസിൻ്റെ ഗ്ലൂട്ടത്തയോൺ. രണ്ടാമത് കാണുന്നത് പ്ലിക്സിൻ്റെ ഗ്ലൂട്ടത്തയോണാണ്. പ്ലിക്സിൻ്റെ ഗ്ലൂട്ടത്തയോണും റിസൾട്ട് കിട്ടുന്ന ഗ്ലൂട്ടത്തയോണാണ്. ബട്ട് കമ്പാരിറ്റീവ്ലി HK വൈറ്റൽസിനേക്കാളും മെച്ചമാണെന്ന് ഞാൻ പറയില്ല. പിന്നെ ഉള്ളതാണ് ഈ ഒരു ഒസേവയുടെ മിനിയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. വലുത് ഒരെണ്ണം ഉണ്ട്, പക്ഷേ അത് എടുക്കാൻ വിട്ടുപോയി. വീഡിയോ ചെയ്യാൻ നോക്കിയപ്പോൾ ഇതാണ് പെട്ടെന്ന് കൈ കിട്ടിയത്, ഒസേവയുടെ ഗ്ലൂട്ടത്തയോൺ ടാബ്ലറ്റ്സ്. അപ്പോൾ ഇതൊക്കെ ഗ്ലൂട്ടത്തയോണിൻ്റെ വിവിധ ബ്രാൻഡുകളുടെയാണ്. ഈ മൂന്നെണ്ണത്തിലും എനിക്ക് ഏറ്റവും റിസൾട്ട് കൂടുതൽ കിട്ടുമെന്ന് തോന്നിയത് ഈ ഒരു ഗ്ലൂട്ടത്തയോണാണ് കേട്ടോ, HK വൈറ്റൽസിൻ്റെ ഗ്ലൂട്ടത്തയോൺ. ഇനി വേറൊരു കാര്യം പറയാം. നമ്മൾ ഗ്ലൂട്ടത്തയോൺ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിനെ അത് എഫക്റ്റ് ചെയ്തൊന്നും വരില്ല. നമുക്കതിൻ്റെ ഒരു കാരിയറായിട്ട് വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് കൂടെ കഴിക്കണം. അപ്പോൾ ഇതുപോലെ HK വൈറ്റൽസിൻ്റെ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് നമുക്ക് കിട്ടും കേട്ടോ. വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് എന്ന് വെച്ചിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ബ്രൈറ്റ് ആവും എന്നുള്ളത് കൊണ്ട് ഒരുപാട് ഡ്യൂറേഷനിൽ ഇത് കഴിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടാബ്ലറ്റ് വരുന്നത്. ഇത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം, ഒരു മീൽസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. നമ്മളിത് സ്ഥിരം കഴിച്ചിട്ട് ഒരു 7 മാസം 8 മാസമൊക്കെ അടുപ്പിച്ച് കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമൊക്കെ വരും, കിഡ്നിയിൽ സ്റ്റോണോ കാര്യങ്ങളൊക്കെ. അതിനെപ്പറ്റിയുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ കെയറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എന്താ പറയുക, ഗഡ് ഹെൽത്ത് ഒക്കെയാണ്, നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ക്രിയാറ്റിനൊക്കെ ചെക്ക് ചെയ്തിട്ട് അതൊന്നും പ്രശ്നമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. പക്ഷേ ഒരു 2-3 മന്ത്സേ നിങ്ങളിത് എടുക്കാണ്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ അരച്ച് കലക്കാൻ വേണ്ടി ബോഡിക്ക് ഇട്ട് കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ഗ്ലൂട്ടത്തയോൺ ഇതുപോലെയുള്ളത് വാങ്ങുമ്പോൾ ഇതിനകത്ത് ഷുഗർ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ളത് ഇഷ്ടമില്ല, താല്പര്യമില്ലെന്നാണ് നിങ്ങൾക്ക് ടാറ്റയുടെ ഗ്ലൂട്ടത്തയോൺ ടാബ്ലറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. ഈ ഗ്ലൂട്ടത്തയോൺ ടാബ്ലറ്റ്സിൻ്റെ ഇതിപ്പോൾ തീരാറായി. ഇതിനകത്ത് ഇനി 2 എണ്ണം കണ്ടങ്ങനെ ഉള്ളൂ. ഇതും ഞാനിതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഒരിക്കലും പറയില്ല. ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നൊരു സാധനമാണ്. ക്യാൻസർ പേഷ്യൻസിന് എങ്ങാണ്ട് മരുന്നായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് മരുന്നായിട്ട് കൊടുത്ത സമയത്താണ് അവർക്ക് അസുഖം ഭേദമായത്. ആ സമയത്ത് ക്യൂറായ സമയത്ത് അവരിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ആ പേഷ്യൻസിൻ്റെ സ്കിന്ന് ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റനായി വരുന്നുണ്ടായിരുന്നു ഇത് കഴിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഡോക്ടേഴ്സ് മെഡിക്കൽ ഫീൽഡിൽ ഈ ഒരു സംഭവത്തിന് ബ്രൈറ്റൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നത്, ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റിന്. സോ ദെൻ എപ്പോഴൊക്കെയോ അത് സ്കിൻ കെയറിന് വേണ്ടിയിട്ട്, സ്കിൻ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി ഗ്ലൂട്ടത്തയോൺ യൂസ് ചെയ്തിട്ടും സ്കിന്ന് ബ്രൈറ്റ് ആവാത്ത ആൾക്കാരുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിന് പല റീസൺസും ഉണ്ട്. ഗ്ലൂട്ടത്തയോൺ IV ഇഞ്ചെക്ഷൻസ് ആയിട്ട് കിട്ടും. പല നടന്മാരും നടിമാരും അത് യൂസ് ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി നല്ല പൈസ ഉണ്ട്. ഈവൻ ഗ്ലൂട്ടത്തയോൺ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുക്കുമെന്നുള്ളത് പലർക്കും വെളുക്കാതിരിക്കുമ്പോൾ കുടുംബം വെളുക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. അതിനെപ്പറ്റിയൊക്കെ എനിക്ക് പറയാനുണ്ട്, ഞാൻ പിന്നെ പറയാം. അപ്പോൾ
അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഞാനിപ്പോൾ കാണിച്ച എല്ലാ പ്രോഡക്റ്റ്സും ഞാൻ വാങ്ങിയിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. എല്ലാറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ പ്രൊവൈഡ് ചെയ്യാം. ഇതുപോലുള്ള എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഗൈസ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എൻ്റെ ഐഡീൻ്റെ പേര് തന്നെയാണ്. എനിക്ക് ഒരു മെയിൻ അക്കൗണ്ട് ഒരു സബ് അക്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ അയച്ച ഏത് അക്കൗണ്ടാണെങ്കിലും വി വിൽ ചെക്ക് ആൻഡ് റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ അത്രയാണുള്ളത്. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. യു ഗൈസ് വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് മൈ ലിങ്ക്സ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.